ഇസ്രായേൽ ഹമാസ് യുദ്ധം 6 മാസം കഴിയുമ്പോൾ രാജ്യങ്ങൾ ഉണ്ടാക്കിയ നേട്ടം മരണങ്ങളും നാശനഷ്ടങ്ങളും അല്ലാതെ ഒന്നുമില്ല. ഹമാസിൽ നിന്ന് ഇറാനിലേക്ക് ഉറ്റുനോക്കിയ ഇസ്രായേലിന് ഉണ്ടാക്കിയത് കനത്ത പ്രഹരമാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഇറാൻ നടത്തിയ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിൽ തങ്ങൾ വിജയിച്ചുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എന്നാൽ ഇറാന്റെ വ്യോമാക്രമണം പ്രതിരോധിക്കാൻ രാജ്യം ചെലവാക്കിയ തുക വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ഇതിനർത്ഥം അവർ എന്ത് വില കൊടുത്തും ആക്രമണം നടത്തും, അല്ലെങ്കിൽ എന്തും വിജയിക്കാൻ വേണ്ടി ചെയ്യുമെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ രാജ്യത്തിന് വലിയ വില നൽകേണ്ടി വന്നെന്നാണ് ഇസ്രായേൽ ബ്രിഗേഡിയൻ ജനറൽ ടീം അമിനോച്ച് പറഞ്ഞിരിക്കുന്നത്. ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് ചെലവായതിന്റെ 10% താഴെ മാത്രമാണ് ഇറാന് ചെലവായിട്ടുള്ളത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഇത്രയും വില നൽകിയിട്ടും ഇറാനെ പിടിച്ചെടുക്കാൻ സാധിച്ചില്ല എന്നതാണ് കാര്യം. മാത്രമല്ല, ഇറാൻ അധികം ചെലവാക്കിയിട്ടുമില്ല. ഇനി ഇറാന്റെ ആളില്ലാത്ത വിമാനങ്ങളും മിസൈലുകളും വെടിവെച്ചിടാൻ ഉപയോഗിച്ച ഇന്റർസെപ്റ്ററുകൾ, ജെറ്റ് ഇന്ധനം എന്നിവയ്ക്ക് ഏകദേശം 4 ബില്യൺ മുതൽ 5 ബില്യൺ ഷെൽക്കൻ വരെ ചെലവായെന്നാണ് ഇസ്രായേൽ ബ്രിഗേഡിയൻ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിലെ പ്രാദേശിക മാധ്യമമായ യനെറ്റ് ന്യൂസ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആക്രമണം ചെറുക്കുന്നതിനു വേണ്ടി ഇസ്രായേൽ നേരിട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ കണക്കുകൾ മാത്രമാണിത്. എന്നാൽ യുഎസും മറ്റ് സഖ്യകക്ഷികളും ചെലവാക്കിയതിന്റെ കണക്കുകൾ ഇതിൽ ഉൾപ്പെടില്ലെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഇറാനെ ചെറുക്കാൻ ഉപയോഗിച്ച ഇന്റർസെപ്റ്ററും മിസൈലുകൾ $3.5 ബില്യൺ വരെ വില വരുന്നുവെന്നാണ് IDFന്റെ മുഖ്യ ഉപദേഷ്ടാവ് കൂടിയായ അമിനോച്ച് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇറാൻ തൊടുത്തുവിട്ട 300-ലധികം ഡ്രോണുകളും മിസൈലുകളും 99% തകർക്കാൻ സാധിച്ചുവെന്നും IDF അവകാശപ്പെടുന്നുണ്ട്. എല്ലാ UAVകളും ക്രൂഡ് മിസൈലുകളും വെടിവെച്ചിട്ടതായി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞിരുന്നു. അതേസമയം കുറച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചതായും അവർ സമ്മതിച്ചിരുന്നു. മിസൈലുകൾ ചിലത് ഇസ്രായേലിന്റെ ചില സൈനിക കേന്ദ്രങ്ങളിൽ പതിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനർത്ഥം ഇറാൻ നടത്തിയ പോരാട്ടത്തിൽ ഇസ്രായേലിന് ഭാഗികമായി ഏറ്റിട്ടുണ്ട് എന്നാണ് സാരാംശം. ഇനി ഇതിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി ഇസ്രായേൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യമാണ്, അതായത് ഇറാനെ തിരിച്ചടിക്കുക എന്നത്. അതായത് സമയമാകുമ്പോൾ ഇറാനെ തിരിച്ചടിക്കണമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. സമയമാകുമ്പോൾ ശക്തമായ മറുപടി നൽകുമെന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചിരിക്കുന്നത്. യുദ്ധവ്യാപനത്തിന് ശ്രമിക്കരുത് എന്നാണ് അമേരിക്ക ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തിരിച്ചടിച്ചാൽ ഭയാനകമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് ഇറാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ഹമാസ് യുദ്ധം കഴിഞ്ഞ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധമാണ് ലോകം നോക്കിയിരിക്കുന്നത്. ഇതിന് മുന്നറിയിപ്പുമായിട്ടാണ് അമേരിക്കയും വന്നിരിക്കുന്നത്. നിലവിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് യാതൊരു പിന്തുണയും ഇല്ലാതെ ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു ഒറ്റയാനെ പോലെ തുടരുകയാണ്. ഈ തുടർച്ചയിലാണ് ഇപ്പോൾ ഇറാനും ശത്രുവായി മാറിയിരിക്കുന്നത്. എന്നാൽ പുറകെ മറ്റു രാജ്യങ്ങളും ശത്രുവായി മാറുമെന്നതിൽ സംശയമില്ല. അത് നമ്മൾ US-ന്റെയും ജർമ്മനിയുടെയും കാര്യത്തിൽ കണ്ടതാണ്. സന്നദ്ധ സംഘടന പ്രവർത്തകരെ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരെ വെടിവെച്ചു കൊന്നതും അല്ലെങ്കിൽ ആക്രമണം നടത്തി കൊന്നതിന്റെയും പേരിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയർന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ തൽക്കാലം ഇറാനെ ആക്രമിക്കുന്നില്ല എന്നാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിനർത്ഥം ഇസ്രായേലിന് പേടിയാണെന്നാണ്. ആവശ്യമായ സമയത്ത് ഇറാന് ശക്തമായ മറുപടി നൽകുമെന്നാണ് ഇസ്രായേലിലെ പ്രധാന മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടുത്തെ മാധ്യമങ്ങളെല്ലാം നേരത്തെ നമ്മൾ കണ്ടതാണ്, അൽജീറസ് ഹമാസിനെ പിന്തുണച്ചതുകൊണ്ട് തന്നെ മാറ്റി അല്ലെങ്കിൽ അവരെ പൂർണ്ണമായും ഇല്ലാതാക്കിയത്. എന്നാൽ ഇത്തവണ ഇസ്രായേലിന്റെ ഈ ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഇനി നോക്കുകയാണെങ്കിൽ 185 ഡ്രോണുകളും 146 മിസൈലുകളുമാണ് 5 മണിക്കൂറോളം നീണ്ട ആക്രമണത്തിൽ ഇറാൻ തൊടുത്തുവിട്ടത്. ആക്രമണത്തിൽ നെഗവ് വ്യോമ കേന്ദ്രത്തിൽ നാശനഷ്ടമുണ്ടായതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നു. ഇതിനിടെ ഗസയിൽ വീണ്ടും കരയുദ്ധം വ്യാപിപ്പിക്കാനാണ് ഇസ്രായേലിന്റെ നീക്കമെന്നുള്ളത്. അതായത് ശനിയാഴ്ച 300ഓളം ഡ്രോണുകളും മിസൈലുകളുമായി ഇറാൻ ഇസ്രായേലിനെ പ്രതിരോധിച്ചിരുന്നു അല്ലെങ്കിൽ ആക്രമിച്ചിരുന്നു. ഇതിൽ 185 ഡ്രോണുകളും 146 മിസൈലുകളുമാണ് 5 മണിക്കൂറോളം നീണ്ട ആക്രമണത്തിൽ ഇറാൻ തൊടുത്തുവിട്ടത്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയായിരുന്നു. ആക്രമണത്തിൽ നെഗവ് വ്യോമകേന്ദ്രത്തിൽ നാശനഷ്ടമുണ്ടായതായി ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ആക്രമണം പ്രതിരോധിക്കാൻ ഇസ്രായേലിന് ചെലവായത് 10,000 കോടി രൂപയാണ്. എന്നാൽ ഇറാനോ 10%. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഇറാൻ വെറും 10% കൊണ്ട് തന്നെ ഇസ്രായേലിനെ തിരിച്ചടിച്ചു എന്നതാണ്. ഇസ്രായേൽ ഇത്രയധികം തുക ചിലവാക്കി ഈ ഒരു ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ഇറാൻ മാത്രം ഒരു 10% കൊണ്ട് ഇസ്രായേലിനെ തിരിച്ചടിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. ഇതിൽ തന്നെ ഇറാന്റെ വലിയൊരു വിജയം കാണാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇറാനും ഇസ്രായേലും നടത്തുന്ന യുദ്ധത്തിൽ ആര് ജയിക്കുമെന്നത് ഇപ്പോഴേ തന്നെ തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. ഒറ്റയാനെ പോലെ പോരാടുന്ന ഇസ്രായേലിന്റെ ഈ പോരാട്ടത്തിൽ ഇനി തിരിയുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.